സിദ്ധരാമയ്യയുടെ രാജിയോടെ കർണാടകയിൽ പുതിയ സർക്കാർ രൂപീകരണത്തിലുള്ള ചർച്ചകളും ചരടുവലികളും സജീവം. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി സിദ്ധരാമയ്യ കൂടിക്കാഴ്ച നടത്തുകയാണ്. മകൻ യതീന്ദ്രയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നും സുപ്രധാന വകുപ്പുകൾ നൽകണമെന്നും സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം. മന്ത്രിസ്ഥാനം ഉറപ്പിക്കാൻ 20ഓളം MLA-മാർ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. DK ശിവകുമാർ ഉടൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് വിവരം. വിനീത VG ഡൽഹിയിൽ നിന്ന്, ഒപ്പം തന്നെ സജു ചാമക്കാലയിൽ ബംഗളൂരുവിൽ നിന്ന്. വിശദാംശങ്ങളുമായി ആദ്യം വിനീത VGയിലേക്കാണ്. വിനീത, വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ സിദ്ധരാമയ്യ ലിസ്റ്റൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് സജു അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ അത് ആർക്കൊക്കെ നൽകണമെന്നതിന്റെ ലിസ്റ്റുകൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഏതായാലും ഹൈക്കമാൻഡിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ എങ്ങനെയാണ്? കൂടിക്കാഴ്ച അവസാനിച്ചോ സിദ്ധരാമയ്യയുമായുള്ളത്? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച അവസാനിച്ചു. ഏതാണ്ട് 1 മണിക്കൂറോളമാണ് ആ കൂടിക്കാഴ്ച നീണ്ടുനിന്നത്. അതിനുശേഷം ഞാനിപ്പോൾ നിൽക്കുന്നത് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിക്ക് മുൻപിലാണ്. സിദ്ധരാമയ്യ ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയോട് അദ്ദേഹം രാജിയുമായി ബന്ധപ്പെട്ട പിന്നാലെ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില ആശങ്കകളുണ്ട്. ഇക്കാര്യങ്ങളടക്കം ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. KJ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകനൊപ്പമാണ് സിദ്ധരാമയ്യ, അദ്ദേഹത്തിന്റെ മകൻ യതീന്ദ്രക്കൊപ്പമാണ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ശേഷം ഇപ്പോൾ ഇവിടെയും ഈ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോഴും ഈ കൂടിക്കാഴ്ചയിലും ഡോക്ടർ യതീന്ദ്ര സിദ്ധരാമയ്യയും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകന് മന്ത്രിസ്ഥാനം നൽകണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നേരത്തെ തന്നെ സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സുപ്രധാന വകുപ്പുകളടക്കം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയാണ് നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. ഈ ഒരു വീട് ഒരുപക്ഷെ നമുക്ക് സുപരിചിതമായിരിക്കാം. കാരണം നേരത്തെ ഈ കേരളത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകൾ, കോൺഗ്രസിന്റെ ചർച്ചകളൊക്കെ നടന്നപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഈ വസതിയിൽ വെച്ചായിരുന്നു ആ ചർച്ചകളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കർണാടകയിലും സമാനമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതും മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഈ വസതിയിൽ വെച്ച് തന്നെയാണ്. രാജാജി മാർഗിലെ 10ാം നമ്പർ വസതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, ചർച്ചകളൊക്കെ തന്നെ അകത്ത് നടക്കുകയാണ്. ഒപ്പം തന്നെ ഈ മന്ത്രിസഭയിലേക്ക് 10 മന്ത്രിമാർ തന്റെ പക്ഷത്തു നിന്നുള്ളവരാകണമെന്നൊരു ആവശ്യം കൂടി സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആശങ്കകളൊക്കെ തന്നെ ഹൈക്കമാൻഡ് ചർച്ച ചെയ്ത് അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. നേരത്തെ തന്നെ ഈ രാജ്യസഭാ സ്ഥാനം അടക്കം നൽകാം എന്നൊരു അറിയിപ്പ് ഹൈക്കമാൻഡ് അതാണ് വിനീത. അതിന് തനിക്ക് താല്പര്യമുള്ള സംസ്ഥാനത്ത് തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം എന്ന ആവശ്യം അദ്ദേഹം പറയുകയാണ്. ഒപ്പം ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള ലിസ്റ്റ് അതൊക്കെ പൂർണ്ണമായി ഹൈക്കമാൻഡ് അംഗീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അടുത്ത ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കമാൻഡ് പരിശോധിച്ചു വരികയാണ്. നിലവിൽ സിദ്ധരാമയ്യയെ പിണപ്പിക്കാതെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പരമാവധി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിലും അദ്ദേഹത്തിന്റെ ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ യതീന്ദ്രയ്ക്കൊപ്പമാണ് അദ്ദേഹം ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. മകന് മന്ത്രിസ്ഥാനം നൽകുക, സുപ്രധാന വകുപ്പുകൾ നൽകുക എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അദ്ദേഹം ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിലും ആവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ 3 തവണയെങ്കിലും MLA-മാരായി ആളുകൾക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്നൊരു ആവശ്യം MLA-മാർക്കിടയിൽ തന്നെ ഉയരുന്നുണ്ട്. തുടർന്ന് ഈ മന്ത്രിസഭാ ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ MLA-മാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. DK ശിവകുമാറും ഡൽഹിയിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഹൈക്കമാൻഡുമായോ രാഹുൽ ഗാന്ധിയായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇനിയും സമയം ലഭിച്ചിട്ടില്ല. ഒപ്പം സിദ്ധരാമയ്യ രാവിലെ എത്തിയാണ്, ഏതാണ്ട് 9 മണിയോടെ എത്തിയാണ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹത്തിന്റെ ജൻപത്ത് 10ലെ വസതിയിൽ എത്തിയായിരുന്നു ആ കൂടിക്കാഴ്ച. ഞാൻ സൂചിപ്പിച്ചതുപോലെ 1 മണിക്കൂറോളം ആ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം നേരെ അവിടെ നിന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഈ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതും ഏതാണ്ട് 45 മിനിറ്റോളം പിന്നിടുകയാണ് ആ കൂടിക്കാഴ്ച. ഇപ്പോഴും കൂടിക്കാഴ്ച അകത്ത് പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അദ്ദേഹം അറിയിക്കുകയാണ്. അനുസരിച്ച് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രാജ്യസഭാ സ്ഥാനം, അങ്ങനെ ഒരു അതാണ് ചെറിയ ആവശ്യങ്ങളൊന്നും അല്ല മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നതാണ് സജു ബംഗളൂരുവിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സജു, ഇതിൽ വ്യവസായം മാത്രമല്ല യതീന്ദ്രയ്ക്ക് വേണ്ടി സിദ്ധരാമയ്യ ആവശ്യപ്പെടുന്ന ആരോഗ്യം, വിദ്യാഭ്യാസം, ജലവിഭവം, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും വേണമെന്ന് പറയുന്നു. കൂടാതെ താൻ പറയുന്ന ആളുകൾക്കൊക്കെ മന്ത്രിസ്ഥാനം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. രാജ്യസഭ ആർക്കൊക്കെ വേണം ആ സീറ്റുകൾ എന്നുള്ളത് പറയുന്നു. അങ്ങനെ വലിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം പടിയിറങ്ങുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാകും അതിനോട് ഹൈക്കമാൻഡ് നിലപാട് സ്വീകരിക്കുന്നത് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ഏതായാലും ഉടൻ തന്നെ സത്യപ്രതിജ്ഞ എന്നതുണ്ടാകുമെന്ന വിവരങ്ങളാണോ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്?
അനുജ, എന്തായാലും നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിരിക്കും സത്യപ്രതിജ്ഞ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ ഇപ്പോൾ ഡൽഹിയിൽ തുടരുന്ന സിദ്ധരാമയ്യയും DK ശിവകുമാറും അവർ സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തും. അതിനുശേഷം നാളെ ആയിരിക്കും പാർലമെന്ററി പാർട്ടി യോഗം ചേരുക. പാർലമെന്ററി പാർട്ടി യോഗം ചെയ്തതിനു ശേഷം സത്യപ്രതിജ്ഞ നാളെ വൈകിട്ടോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ അനുജ സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെയാണ് ഇപ്പോൾ സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരുമെന്ന് അദ്ദേഹം ഇന്നലെ തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇനി അദ്ദേഹത്തിന് 2 വർഷ കാലാവധി കൂടിയുണ്ട്. പ്രത്യേകിച്ച് MLA ആയി അദ്ദേഹം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം നീക്കണം. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച OBC ആശയം, അതായത് അദ്ദേഹം ഡൽഹിയിലേക്ക് ചെല്ലണമെന്നും OBC മുഖമായി മാറണമെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തെ അദ്ദേഹം ഇന്നലെ സ്നേഹത്തോടു കൂടി നിരാകരിച്ചു. അദ്ദേഹം ഇവിടെ തന്നെ തുടരണം എന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഒരു ലിസ്റ്റൊക്കെയും കൈമാറിയിട്ടുണ്ട്. അതായത് മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണം, തൻ്റെ മകന് ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ നൽകണം, പ്രത്യേകിച്ച് വ്യവസായം, വിദ്യാഭ്യാസം, ആരോഗ്യം, ജലവിഭവം അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള വകുപ്പുകൾ നൽകണമെന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പക്ഷക്കാരായ 10 പേരെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണമെന്നുള്ള ആവശ്യം കൂടി ഉന്നയിച്ചിരിക്കുകയാണ്. എന്തായാലും സതീഷ് ചെറുക്കോളി അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാണ്. അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അവരോധിക്കുകയാണെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം മാറേണ്ടി വരും. അപ്പോൾ അതിലുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വാർത്ത അനുസരിച്ച് 2 ഉപമുഖ്യമന്ത്രിമാരാണ് ഉണ്ടാകുക. അത് ലിംഗായത വിഭാഗത്തിൽ നിന്നുള്ള ഒരാളും അതോടൊപ്പം തന്നെ ഈ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെയും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആഭ്യന്തരമന്ത്രി G. പരമേശ്വരിയാകും ഒരു ഉപമുഖ്യമന്ത്രി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. 2 ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ചർച്ചയായിരിക്കുന്നത്. അത് എല്ലാ സാമുദായിക സമവാക്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നീക്കത്തിലാണ്. നമുക്കറിയാവുന്നതുപോലെ DK ശിവകുമാർ മകൻ യതീന്ദ്രയ്ക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ, അത് ഒന്നിലേറെ വകുപ്പുകൾ, വ്യവസായം, ജലവിഭവം ഉൾപ്പെടെ പല വകുപ്പുകൾ അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. തന്റെ ഇഷ്ടക്കാർക്കൊക്കെ, വിശ്വസ്തർക്കൊക്കെ മന്ത്രിസഭയിൽ അംഗത്വം ഉണ്ടാകണമെന്ന് പറയുന്നു. രാജ്യസഭാ സ്ഥാനാർത്ഥികൾ ആരാകണം എന്നതിന്റെ ലിസ്റ്റ് നൽകുന്നു. അതൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഏതായാലും നേതൃമാറ്റം ഉടൻ തന്നെ ഉണ്ടാകും. നാളെയൊക്കെ സത്യപ്രതിജ്ഞ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് സജു ബംഗളൂരുവിൽ നിന്ന് അറിയിക്കുന്നത്. ഒപ്പം ഡൽഹിയിലും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.